طلابي السلام عليكم ورحمة الله وبركاته. فمرحبا بكم إلى درس جديد. പുതിയ ഒരു ക്ലാസ്സിലേക്ക് മക്കളെ സ്വാഗതം. فماذا فهمنا أو درسنا عن سليمان الراجحي في الفصل الماضي. സുലൈമാൻ الراجحിയെ കുറിച്ച് നമ്മൾ പഠിച്ചു. أنه أسس أول مصرف إسلامي في السعودية. സൗദിയിൽ ആദ്യത്തെ ഇസ്ലാമിക് ബാങ്ക് സ്ഥാപിച്ച ആളല്ലേ. സ്വന്തം അധ്വാനം കൊണ്ട് വളർന്നു വന്ന ഒരു വ്യക്തിയാണ് ഹുവ സുലൈമാൻ അറാജിഹി. നമുക്കിനി നഹുൻ നദ്റുസൽ യൗം മൻദൂമത്തൻ, നമുക്കിങ്ങനൊരു കവിത പഠിക്കാം. വൈസ്മുൽ മൻദൂം അൽ കസ്ബു ത്വയ്യിബ്. അൽ കസ്ബ് ത്വയ്യിബ്, നമ്മുടെ യൂണിറ്റിന്റെ പേര് തന്നെ അൽ കസ്ബ് എന്നാണ്. സമ്പാദിക്കുക, അധ്വാനിക്കുക. അൽ കസ്ബു ത്വയ്യിബ്, നല്ല സമ്പാദ്യം. അൽ കസ്ബു ത്വയ്യിബ്, നല്ല സമ്പാദ്യം. മൻ കതബഹു മുസ്തഫ ഖാസിം അബ്ബാസ്. മുസ്തഫ ഖാസിം അബ്ബാസ് എഴുതിയ ഒരു കവിതയാണ്. മൻ ഹുവ ഷാഇറുൻ സൂരിയുൻ മഷ്ഹൂർ. സിറിയയിലെ ഒരു പ്രമുഖനായ കവിയാണ് മുസ്തഫ ഖാസിം അബ്ബാസ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം അല്ലെ. വായിക്കുന്നതിനേക്കാളും നല്ലത് കേൾക്കുന്നതായിരിക്കും നല്ല രസം. ഓക്കെ, കേൾക്കാം അല്ലെ. നല്ലൊരു പാട്ടാണ് അല്ലേ. നമുക്കത് നല്ലൊരു മോഡേൺ പാട്ട് പോലെ കേൾക്കുന്നത് അല്ലേ. അപ്പൊ ഇന്നും കൂടി കേൾക്കാം. ഓക്കെ, ഇതാണ് ആ പാട്ട്. അപ്പൊ അതിന്റെ ഈണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിലും പാടാം കേട്ടോ. أتيت إلى الحياة بغير ستر ولم تمسك بكفك أي مالي فألبسك الإله ثياب فضل إلى أن صرت من أبهى الرجال فدع أكل الحرام وعيش عفيفا فعاقبة الحرام إلى وبالي. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഈണങ്ങളിലും പാടി നോക്കണം കേട്ടോ. അൽ കസ്ബു ത്വയ്യിബ്, നല്ല സമ്പാദ്യം.
മാതാ യഖൂലു ശാഇർ ഫി ഹാദിഹിൽ മൻദൂം. ഈ കവിതയിൽ എന്താണ് കവി പറയുന്നത്? ഓരോ വരിയെക്കുറിച്ചും കവി എന്താണ് പറയുന്നത് എന്നുള്ള സെന്റൻസ് നമ്മൾ പഠിച്ചു പോകണം കേട്ടോ. ഉദാഹരണം അവലൻ അതൈത ഇലൽ ഹയാത്തി ബിഗൈരി സത്രിൻ. അതൈത, യു കെയിം, നീ വന്നു, ഇലൽ ഹയാത്ത്, ടു ദി ലൈഫ്, ബിഗൈരി സത്രിൻ. സത്തർ, സത്തറ എന്ന് വെച്ചാൽ മറച്ചു എന്നാണ്. സത്തർ മറ, അതായത് ഒരു മറയുമില്ലാതെ, അല്ലെ, ഡ്രസ്സോട് കൂടിയല്ലല്ലോ ഒരാൾ ജനിക്കുന്നത്, അല്ലെ. അപ്പൊ ഒരു തുണിയില്ലാതെ നീ ജീവിതത്തിലേക്ക് വന്നു. വലം തുംസിഖ്, വലം തുംസിഖ്, നീ പിടിച്ചിട്ടില്ല, ബി കഫിക അയ്യമാലി. ബി കഫ് എന്ന് വെച്ചാൽ കൈ, അയ്യമാലിൻ ഒരു പൈസയും. അപ്പൊ വെറും കൈയോടെയാണ് നീ വന്നത്. അൻത അതൈത ഇലൽ ഹയാത്ത് മിൻ ഗൈരി മാലിൻ. يقول الشاعر في هذه المنظوم في البيت السطر الأول എന്താണ് أتيت أو أتى الناس أو أتى الإنس إلى الحياة من بغير مال. ഒരു പൈസ ഇല്ലാതെയാണ് അവർ ജീവിതത്തിലേക്ക് വന്നത്. അതിന്റെ ആശയം ഇവിടെ ഈ 48ാമത്തെ പേജിൽ കൊടുത്തിട്ടുണ്ട്. യാ അയ്യുഹൽ ഇൻസാനു കാനത് വിലാദതുക ബിലാ സൗബിൻ വലാ മാൽ. നീ ജനിച്ചത് ഒരു തുണിയോ വസ്ത്രമോ ഇല്ലാതെയാണ് മനുഷ്യ നീ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത്. അങ്ങനെ ഫഅൽബസകൽ ഇലാഹു സിയാബ ഫളിൻ. ഫഅൽബസക, പിന്നെ അൽബസ, ധരിപ്പിച്ചു, ധരിപ്പിച്ചു, നിനക്കിട്ടു തന്നു, അൽ ഇലാഹ്, ദൈവം, സിയാബ ഫളിൻ, അനുഗ്രഹത്തിന്റെ വസ്ത്രം, ഔദാര്യത്തിന്റെ വസ്ത്രം, അതായത് നിനക്ക് വസ്ത്രം നൽകി. ഇല അൻസിർത്ത, നീ ആകുന്നത് വരെ, മിൻ അബ്ഹർ റിജാൽ, അബ്ഹർ റിജാൽ അജ്മൽ റിജാൽ, ഏറ്റവും മനോഹരനായ ഒരു മനുഷ്യനാകുന്നത് വരെ, അത്രത്തോളം നിനക്ക് നല്ല വസ്ത്രങ്ങൾ ദൈവം നൽകിയെന്നാണ്. ഇവിടെ എവിടെയാണത്, അല്ലെ? റസഖക്കല്ലാഹു ലിബാസൻ യുവാരി സൗഅത്തിക വജമാലൻ വസീന. നിന്റെ സൗഅത്ത് മറയ്ക്കുന്ന, നിന്റെ നാണം മറയ്ക്കുന്ന വസ്ത്രം അള്ളാഹു നിനക്ക്, ദൈവം നിനക്ക് നൽകി, ഭംഗി നൽകി, അലങ്കാരം നൽകി എന്ന് പറയും, അല്ലെ? പിന്നെയോ ഫദഅകിലൽ ഹറാം. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നീ ഹറാം തിന്നണമെങ്കിൽ, നല്ലതല്ലാത്ത സമ്പാദ്യം തിന്നണമെങ്കിൽ അത് പ്രശ്നമല്ലേ? അപ്പോ ഫദഅൽ, അതുകൊണ്ട് നീ, യു ലീവ്, നീ ഉപേക്ഷിക്കണം, അക്കിലൽ ഹറാം, ഹറാം തിന്നുന്നത് ഒഴിവാക്കണം. നല്ലതല്ലാത്ത ഭക്ഷണം കഴിക്കുക എന്ന് വെച്ചാൽ അധ്വാനിച്ച് അല്ലാതെ കട്ടും മോഷ്ടിച്ചും തിന്നരുത് എന്നാണ് കേട്ടോ. ഹറാമായ ഭക്ഷണം. വഇഷ് അഫീഫ, മാന്യനായി ജീവിക്കുക. വഇഷ് അഫീഫ. ഫആഖിബത്തുൽ ഹറാമി, ഫആഖിബത്തുൽ ഹറാമി, ഹറാമിന്റെ അവസാനം, ഇലാ വബാൽ, അതൊരു ദുരന്തമായി. വബാൽ, വബാൽ എന്ന് പറഞ്ഞാൽ മോശം അവസ്ഥ, ദുരന്തം കേട്ടോ, ആയി മാറും. ഖുബുസ് എന്ന് പറഞ്ഞ കുബൂസ്, ഖുബുസ്, കുബൂസ്, കുബൂസ് എന്ന് പറയുന്ന വാക്കാണ് ഖുബുസ്. ശരിക്കും കടയിൽ പറയേണ്ടത് എന്താ? ഖുബുസ് എന്നാണ്. എല്ലാവരും കൂടി കുബൂസ് കുബൂസ് ആക്കി, അല്ലെ? ഖുബുസ്, റൊട്ടി. അസുഹത്ത്, അസുഹത്ത് എന്ന് പറഞ്ഞാൽ നല്ലതല്ലാത്ത സമ്പാദ്യം, അധ്വാനമില്ലാത്ത സമ്പാദ്യത്തിനാണ് സുഹത്ത് എന്ന് പറയാം കേട്ടോ. വഹുബുസ് സുഹത്തി, അധ്വാനിക്കാതെ കിട്ടുന്ന റൊട്ടി. സഖൂമുൻ വഹിയ ഷജറത്തും ഫി അന്നാർ. സഖൂം എന്ന് പറഞ്ഞാല് വനാർ, അത് നരകത്തീയാണ്. അത് ദുരന്തമാണ്. സഖൂം എന്ന് പറഞ്ഞാല് എന്താണ്? നല്ലതല്ലാത്ത സമ്പാദ്യം കഴിച്ചവർക്ക് നരകത്തിൽ കിട്ടുന്ന ഒരു ശിക്ഷയാണ് കേട്ടോ. മരം, ഷജറത്തു സഖൂം എന്താണ്? സ്വർഗത്തിലെ ഒരു മരത്തിന്റെ പേരാണ്. അതുതഇമു, അതുതഇമു, നീ കഴിപ്പിക്കുകയാണോ? ജംറനാരിൻ, എന്ത്? തീപ്പൊരി. ജംറനാരിൻ, തീപ്പൊരി കഴിപ്പിക്കുകയാണോ? ലിൽഇയാൽ, നിന്റെ കുടുംബത്തിന്. അതായത് താൻ സമ്പാദിക്കാത്ത പൈസ കൊണ്ട് തിന്നാൽ, സ്വന്തമായി അധ്വാനിക്കാത്ത സമ്പാദ്യം തിന്നുന്നത് തീപ്പൊരി തിന്നുന്നത് പോലെ, സ്വർഗത്തിലെ നരകത്തിലെ തീ തിന്നുന്നത് പോലെയാണെന്നാണ്. ഇദാമസ്സഹ്തു, ഇദാമസ്സഹ്തു, അധ്വാനിക്കാതെ ഉള്ള ആ സുഹൃത്ത്,
അധ്വാനിക്കാതെ കിട്ടിയ ആ വിഭവം ഉണ്ടല്ലോ, മോശം സമ്പാദ്യം, ആ സുഹ്ത് മാസജ കലർന്നാൽ, നബുല കൽബിൻ, നബുൽ എന്ന് പറഞ്ഞാൽ മിടിപ്പ്, കൽബ് നമ്മുടെ ഹൃദയത്തിന്റെ മിടിപ്പിനോട് കലർന്നാൽ, അതായത് നമ്മുടെ മനസ്സിൽ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ അധ്വാനത്തിൽ സുഹ്ത് ഉണ്ടായി കഴിഞ്ഞാൽ, ഹറാമായ സമ്പാദ്യം ഉണ്ടായാൽ, സാഹിബുഹു, ഈ സുഹ്ത് മോശമല്ല ആയ സമ്പാദ്യം നേടിയ ആളുണ്ടല്ലോ, സയുബ്ഹർ, അയാൾ നീന്തും, അയാൾ പെട്ടുപോകും, ഫിൽ വലാൽ, എവിടെ, എന്താണ്, വിവരക്കേടിൽ പെട്ടുപോകും, അല്ലെ? അപ്പോ എന്താണ്, ഇദാമ സുഖ്തു മാസ്ജനബല കൽബിൻ, അതിന്റെ വരി ഏതാണ് ഇവിടെ? ഇതാണ് എന്താ, ഇദഖ്തലൽ മാലുൽ അൽ ഹറാം ബിദമിൽ മർ, ഇദഖ്തലത്തൽ മാൽ, ഒരാളുടെ പൈസ കലർന്നു, അൽ മാലുൽ ഹറാം, മോശം സമ്പാദ്യം അല്ലെങ്കിൽ ഹറാമായ സമ്പാദ്യം കലർന്നു, ബിദമിൽ മർ, ഒരാളുടെ മനുഷ്യന്റെ രക്തവുമായി കലർന്നാൽ, വഖഅ സാഹിബുഹു ഫിൽ ളലാൽ, അയാള് വിവരക്കേട് അല്ലെങ്കിൽ വഴികേടിൽ പെട്ടുപോയി എന്നാണ്. അപ്പൊ മോശം സമ്പാദ്യത്തിന്റെ ഒന്നും അതിന്റെ ഒരു എന്താണ് അംശവും നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ വയറ്റിൽ ഉണ്ടാവാൻ പാടില്ല. ഫത്തിബ് ഐഷൻ, അതുകൊണ്ട് നീ എന്താണ്, ഫത്തിബ് ഐഷൻ, നന്നായി ജീവിക്കുക, ജീവിതം നന്നാക്കുക. ഫൈനൽ ഉംറ ഷംസുൻ, കാരണം അൽ ഉംർ, വയസ്സ്, ഷംസുൻ, അതൊരു സൂര്യനാണ്, വയസ്സൊരു സൂര്യനാണ്. സതഗ്റുബ്, അത് നീങ്ങും, മാറിപ്പോകും. വൽ ഹയാത്ത്, ജീവിതവും എവിടേക്ക് പോകും? ഇലാ സവാൽ, സവാൽ എന്ന് പറഞ്ഞാൽ മാറിപ്പോകും, നീങ്ങിപ്പോകും. സതഗ്റുബ്, അത് മഗ്രിബാവും, അതായത് മഗ്രിബ്, അതായത് അസ്തമയം ഉണ്ടാകും എന്നാണ് പറയുന്നത്. സതഗ്റുബ് ഇലാ സവാലിൻ, നീങ്ങിപ്പോകുന്നതിലേക്ക്, അസ്തമിക്കുന്ന. ഓക്കെ, ജീവിതവും കേട്ടോ. അപ്പൊ അതിന്റെ ആശയം എന്താണ്? തയ്യിബ് ഐഷ, നീ നിന്റെ ജീവിതം നന്നാക്കൽ, അന്ന ഉംറക കശംസ്, നിന്റെ ജീവിതം എന്താണ്, നിന്റെ വയസ്സ് സൂര്യനെ പോലെ, അല്ലത്തി തഗീബ്, അത് മാഞ്ഞു പോകുന്ന സൂര്യൻ, വൽ ഹയാത്തു സായില, ജീവിതവും നീങ്ങിപ്പോകും. മനസ്സിലായോ? പിന്നെ വലൻ യുഗനീക, വലൻ യുഗനീക, നിനക്ക് പ്രയോജനപ്പെടില്ല, യൗമൽ ഹഷർ, യൗമൽ ഹഷർ മതാ, സമ്മേളനം, അതായത് യൗമൽ ഖിയാമയാണ്, അന്ത്യനാളിൽ നിനക്ക് ഉപകാരപ്പെടില്ല, കൻസുൻ, ഈ നിധികളൊന്നും, ഈ സമ്പാദ്യങ്ങളൊന്നും നിനക്ക് ഉപകാരപ്പെടില്ല. വലാ യുംജി, രക്ഷപ്പെടുത്തില്ല, ഹുനാക്ക, അവിടെ, സിവ അൽ ഹലാൽ, ഹലാൽ അല്ലാതെ, ഹലാലായ കാര്യങ്ങളല്ലാതെ വേറൊന്നും നിന്നെ രക്ഷപ്പെടുത്തില്ല എന്നാണ്. അതായത് നല്ല സമ്പാദ്യവും നല്ല ജീവിതവും അല്ലാതെ നിന്നെ വേറൊന്നും രക്ഷപ്പെടുത്തില്ല എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ അൽ കസ്ബു തയ്യിബ്, നല്ല സമ്പാദ്യം, നല്ല ശീലങ്ങൾ ഉണ്ടാകണം. ഇവിടെ നുബുദത്തുൻ അനിഷായ, കവിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ട്. മുസ്തഫ ഖാസിം അബ്ബാസ് ഷായിറുൻ സൂരി, മുസ്തഫ ഖാസിം അബ്ബാസ് ഹുവ ജിൻസിയത്തുഹു സൂരി, അദ്ദേഹം സിറിയക്കാരനാണ്. മഷ്ഹൂർ, ഫേമസ് ആണ്. വുലിദ സനത്ത് അൽഫിൻ വ തിസ്സമിയത്തിൻ വ തിസ്ഇൻ വ കം സബഈൻ, 1979 ജനിച്ചു. വമിൻ ദീവാനിഹി, അദ്ദേഹത്തിന്റെ സമാഹാരം, സുവറുൻ മിൻ മഅ്സാത്തിന, ഇസ്മു ദീവാനിഹി സുവറുൻ മിൻ മഅ്സാത്തിന, പഠിച്ചു കഴിഞ്ഞു കേട്ടോ. വ ബദറുദ്ദുജ, രണ്ട് പേരുകളാണ്, ബുക്കുകളുടെ പേരുകളാണ്. വലഹു കുതുബും വ മഖാലാത്തും ഫിൽ മജാലാത്തിൽ മുഖ്തലിഫ, വലഹു കുത്തുബ്, അദ്ദേഹത്തിന് ബുക്കുകളുണ്ട്, വ മഖാലാത്ത്, ലേഖനങ്ങളുണ്ട്, ഫിൽ മജാലാത്തിൽ മുഖ്തലിഫ, വ്യത്യസ്ത മേഖലകളിൽ. നാല ഷാഇർ, കവി നേടിയ, അല ജായിസത്തിൽ ബുർദത്തിൽ ആലമിയ, വേൾഡ് ബുർദ അവാർഡ് നേടിയിട്ടുണ്ട് 2016. ഓക്കെ, അപ്പൊ അത് പഠിച്ചേക്ക്, അദ്ദേഹത്തെ കുറിച്ച് അറിഞ്ഞിരിക്കുക. പിന്നെ താഴേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, നുൻഷിദിൽ മൻളൂ വ നുറത്തിബ് അൽ മആനി ഹസബ സുതൂബ്, ഞാൻ നേരത്തെ പദ്യം വായിച്ചപ്പോൾ ഇതിന്റെ ആശയങ്ങളും പറഞ്ഞിരുന്നു. നമ്മുടെ ഈ പദ്യത്തിന്റെ ഓർഡറിൽ ഇത് എഴുതാനാണ്. അത്ത്വആമുൽ മുക്തസബ് ബിൽ ഹറാം യഖൂദു ആഖിലഹു ഇലൽ ഹയാ, ഹൽ തുഹിബ്ബു അൻ തുതീമ അഹ്ലക ജംറൻ നീറാൻ,
ഹറാമായ സമ്പാദ്യം അത് കഴിക്കുന്നവനെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കും. നിങ്ങളുടെ കുടുംബത്തെ നരകത്തീ അല്ലെങ്കിൽ നരകത്തിന്റെ തീപ്പൊരി കഴിക്കാൻ എന്താണ് കഴിപ്പിക്കുവാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? ഇതേത് വരിയാണ്? അസത്രു അല്ലെ? ഇതാണ് ഈ വരി അല്ലെ? നാലാമത്തെ 4. പിന്നെ ഏതാണ്? ലാ യുൻജീക കൻസും യൗമൽ ഹിസാബ് ഇല്ല ഇക്തിസാബുൽ ഹലാൽ, അല്ലാതെ അന്ത്യനാളിൽ ഒരു നിധിയും നിങ്ങൾക്ക് പ്രയോജനപ്പെടില്ല. അവസാന വരി ഈ വരിയല്ലേ? യെസ്. പിന്നെയോ തയ്യിബ് ഐഷക്, നിന്റെ ജീവിതം നീ നന്നാക്കലി അന്ന ഉംറക കഷംസ്, നിന്റെ ജീവിതം സൂര്യനെ പോലെയാണ് എന്ന് പറയുന്നത് ഏതാണ്? പറഞ്ഞു ഫഇന്നൽ ഉംറ ഷംസുൻ ഇവർ. അടുത്തത് യാ അയ്യുഹൽ ഇൻസാൻ കാനത്ത് വിലാദതുക ബിലാ സൗബ്, നീ വസ്ത്രമില്ലാതെ പണമില്ലാതെ ജനിച്ചു. ഫസ്റ്റ് വരി അല്ലേ? സുമ്മ അടുത്തത് തനാവുൽ ഹറാം വഇഷ് കരീം ലിഅന്നൽ ഹറാം യജ്ലിബു ഇലൈക്കൽ ഹലാക്ക്, നീ ഹറാം തിന്നുന്ന ഒഴിവാക്കുക, മാന്യനായി ജീവിക്കുക, കാരണം ഹറാം ഹലാക്കാണ് അല്ലേ? ഇതാണ് ഫതിബ് ഐഷൻ, അതല്ലല്ലോ. ഫദർ അക്ലൽ ഹറാം, ഹറാം ഒഴിവാക്കണം, ഇതാണ്. ഓക്കെ. പിന്നെ അടുത്തത് റസഖക അല്ലാഹു ലിബാസ്, നിനക്ക് വസ്ത്രം നൽകി എന്ന് പറയുന്നത് ഈ വരിയാണ് അല്ലേ? അവസാനത്തെ ഇദഖ്തലത്തൽ മാലു, ഒരു മനുഷ്യന്റെ എന്താണ് ഹറാമായ പൈസ ഒരു മനുഷ്യന്റെ രക്തത്തിൽ കറന്നാൽ എന്ന് പറഞ്ഞ ഏതാണ്? ഇത് അല്ലേ? ഓക്കെ. ഇത്രയാണ് ആ ഓർഡറിൽ നിങ്ങൾ എഴുതേണ്ടത്. അതിനുശേഷം ഹുനാക അലൈക്കും അൻ തക്തുബു അൽ ജുമു അലിൽ ആതിയ, മാലുൻ അംവാൽ, ഇവിടെ എന്ത് വരും? ഖൽബ് അല്ലെ? കൽബ് എന്ന് വാക്കേതാ? ഇവിടെയുണ്ട്, ഖൽബ്. ഓക്കെ. പിന്നെ അഅ്മാർ, അഅ്മാർ, ഉംറ ഏതാണ്? ഉംറ ഇവിടെ. പിന്നെയോ യൗമ്, അയ്യാം, കൻസ്, കുനൂസ്. കൻസ് അവസാനത്തെ വരിയിലുണ്ടല്ലോ കൻസ്. ഓക്കെ, അത് എഴുതുക. അതോടൊപ്പം തന്നെ ഇനി നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ വരിയെ കുറിച്ചും നമുക്ക് എഴുതണം. യഖൂലു ശാഇർ ഫി ഹാദൽ മൻളൂം അൻ അഹമ്മിയത്തി കസ്ബിൽ ഹലാൽ, നല്ല സമ്പാദ്യത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ? അപ്പൊ ഇതെങ്ങനെ യോജിപ്പിച്ചിരിക്കുന്നത്? യഖൂലു ശാഇർ ഫി ഹാദൽ മൻളൂം അൻ അഹമ്മിയത്തി കസ്ബിൽ ഹലാൽ. അടുത്തതോ അൽ ഐഷ്, നല്ല സമ്പാദ്യത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് കവി പറയുന്നു. അൽ ഐഷ് ത്വയ്യിബ്, നല്ല ജീവിതത്തെ കുറിച്ചും പറയുന്നു അല്ലെ? യഖൂലു ശാഇർ ഫി ഹാദൽ അൻ കസ്ബി അത്വയ്യിബ്, അങ്ങനെ പറയാം. യഹ്ഫിസ് എന്ന് പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുന്നു അല്ലെങ്കിൽ മോട്ടിവേറ്റ് ചെയ്യുന്നു. യഹ്ഫിസു ഷായർ, എന്ത്? ഷായർ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഫി ഹാദൽ മൻളൂം, ഈ പദ്യത്തിൽ എന്തിനെ കുറിച്ച്? അല തജന്നുബി അക്ലിൽ ഹറാം, ഹറാം ഒഴിവാക്കണം എന്ന് അല്ലെ? ഇങ്ങനെ വന്ന് ഇങ്ങനെ ചേർക്കാം. അടുത്തതോ യുഷീർ ഷായർ, ഷായർ ചൂണ്ടിക്കാണിക്കുന്നു എന്തിനെ കുറിച്ച്? ഫി ഹാദൽ മൻളൂം ഇല യുഷീറു ഫി ഹാദൽ മൻളൂം ഇല ഹയാത്ത് ദുനിയ അൽ ഫാനി, നശിച്ചു പോകുന്ന ജീവിതത്തെ കുറിച്ച്. അങ്ങനെ സെന്റൻസുകൾ ഉണ്ടാക്കി ഇവിടെ ബാക്കി കൂടി നിങ്ങൾ എഴുതാം കേട്ടോ. ഇതിൽ ഓരോന്നോരോ 4 എണ്ണം എഴുതാം. 1, 2, 3, 4, 5, 6 എണ്ണം കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള കാര്യങ്ങൾ ഇതുപോലെ ചേർക്കാം. യഖൂലു ഷാഇർ ഫി ഹാദൽ മൻളൂം അൻ തജന്നുബി അക്ലിൽ ഹറാം, യഖൂലു ഷാഇർ ഫി ഹാദൽ മൻളൂം അൻ ഹയാത്തി ദുനിയ അൽ ഫാനിയ, അങ്ങനെ പറയാം കേട്ടോ. യഹ്ഫിസു ഷാഇർ ഫി ഹാദൽ മൻളൂം അലൽ ഐഷി ത്വയ്യിബ് എന്ന് പറയാം കേട്ടോ. ഇങ്ങനെ ഇതെല്ലാ വാക്കുകളും കൂട്ടിച്ചേർത്ത് എവിടെ കൊണ്ടെഴുതണം? ഇവിടെ എഴുതണം. എത്രയാണ് അതിൽ ചെയ്യേണ്ടത്?
അതിനുശേഷം ഇവിടെ ഈ ഹത്ത് നിങ്ങൾ ഹത്ത് റുക്ക എഴുതി പഠിക്കും. ഓക്കെ, എത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ സൂചിപ്പിക്കുന്നതോടുകൂടി നമ്മുടെ 3-ാമത്തെ യൂണിറ്റ് തീർന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾക്ക് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.